പേരെന്താണ്? ശ്രീദേവിക. ശ്രീദേവി എന്ന് മാത്രം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ശ്രീദേവിയുടെ കൂടെ ഒരു കായും കൂടിയുണ്ട്. ശ്രീദേവിക. ശ്രീദേവി KA കായാണോ ശ്രീദേവിക എന്നാണോ? വീട്ടിൽ വിളിക്കുന്ന പേരെന്താണ്? ഈ മാളു എന്നുള്ള പേരാണോ നല്ലത്, ശ്രീദേവികയാണോ നല്ലത്? സ്ത്രീയാണെന്ന് അറിയാല്ല, പിന്നെ ദേവികയാണെന്നും കൂടി ചേർത്തു. ഈ മാളു എന്നല്ലേ നല്ല പേര്. നമ്മുടെ പേരെന്താണ്? നിഷ. അച്ഛന്റെ പേരാ? ജഗദീഷ് കുമാർ EV. ഇനിഷ്യൽ അടക്കം വീട്ടുപേരടക്കമാണ് പറഞ്ഞു തരുന്നത്. അച്ഛൻ എന്താ ജോലി? ഹോട്ടലിൽ. അപ്പൊ വീട്ടിൽ ഫുഡൊക്കെ കൊണ്ടുവരുമല്ലോ. ഏതാണ് ഇഷ്ടം, ഇഡ്ഡലിയാണോ ദോശയാണോ? ഇഡ്ഡലി. എത്ര എണ്ണം തിന്നും? 3 കൂടെ ചട്നി ഉണ്ടാവോ സാമ്പാർ ഉണ്ടാവോ? ചട്നിയാണ് ഇഷ്ടം, സാമ്പാറാണോ ഇഷ്ടം? ചിക്കൻ വേണോ മട്ടൻ വേണോ? പച്ചക്കറി തിന്നോ? മീൻ തിന്നോ? മീൻ എന്താ കഴിക്കാത്തത്? കഴിക്കണത് ദോഷമാണ്. ഇതുവരെ മീനൊന്നും കഴിച്ചിട്ടില്ല? മീൻ കഴിക്കില്ല? ഇറച്ചിയും കഴിക്കില്ല? ഫുൾ വെജിറ്റേറിയൻ ആണ്. പച്ചക്കറിയാണ് എനിക്ക് ഇഷ്ടം. പച്ചക്കറി തിന്നുന്നത്. മുയൽ പച്ചക്കറി അല്ലേ തിന്നണ എപ്പോഴും? മുയലിന് ഇഷ്ടമല്ലേ? ആമ വെള്ളത്തിലല്ലേ? ചെന്മയിലാണ് പഠിക്കുന്നത് അല്ലേ? ഡോക്ടറാവും, തലകറക്കം വരും. അപ്പൊ എന്ത് ചെയ്യും? ഇംഗ്ലീഷും വെച്ച് തലകറക്കം മാറ്റിട്ട് പിന്നെ ഓപ്പറേഷൻ നടത്തുക. ക്ലാസ്സിൽ പ്രാർത്ഥിക്കാറുണ്ടോ? വീട്ടിൽ പ്രാർത്ഥിക്കാറുണ്ടോ? എന്ത് പ്രാർത്ഥനയാണ്? ഒന്നും പറഞ്ഞു ഞാൻ കേൾക്കട്ടെ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രനാരായണ, ദൈവമെല്ലാം കാത്തു രക്ഷിക്കണം. ഇത്രയും പറയൂ അല്ലേ? പ്രാർത്ഥിക്കാറുണ്ടോ? ക്ലാസ്സിൽ പ്രാർത്ഥിക്കാറുണ്ടോ? വീട്ടിൽ വിളക്ക് വെക്കാറുണ്ടോ? അതിന്റെ മുമ്പ് ഇരുന്ന് പ്രാർത്ഥിക്കൂ? ആരും പ്രാർത്ഥിക്കൂല. അമ്മ പ്രാർത്ഥിക്കൂ? എന്തെന്നാ പ്രാർത്ഥിക്കുന്നത്? സൂപ്പർ കിഡ്സ് അതാണോ? അമ്മ വിളക്ക് വെച്ചിട്ട് പറയും സൂപ്പർ കിഡ്സ്. വീട്ടിൽ പ്രാർത്ഥിക്കാറുണ്ടോ? സന്ധ്യാമം ചൊല്ലുവോ? എന്തെന്നാ ചൊല്ലുന്നത്? ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അങ്ങനെ പ്രാർത്ഥിക്കും. പ്രാർത്ഥന വേണം, അല്ലാണ്ട് വിളക്ക് വെച്ചിട്ട് സൂപ്പർ കിഡ്സ് എന്ന് പറയണം. പ്രാർത്ഥിക്കണ്ടേ? പഠിച്ച് ആരായിത്തീരണമെന്ന് പറഞ്ഞു? ഡോക്ടർ ആകണമെങ്കിൽ ദൈവാധീനം വേണ്ടേ? അപ്പോ ഇതേപോലെ പ്രാർത്ഥിക്കണം ഇല്ലേ? അപ്പൊ പ്രാർത്ഥനയൊന്നും ഇല്ല വീട്ടില്? എത്ര പേരുണ്ട് വീട്ടില്? ആരൊക്കെ ഉണ്ട് വീട്ടില്? അച്ഛന്റെ പേരെന്താണ്? സന്തോഷ്. ജോലി എന്താണ്? തുണിക്കട. എവിടെയാണ് തുണിക്കട? തൃപ്പൂണിത്തറയില്. സ്വന്തമായിട്ട് തുണിക്കട ഉണ്ടോ? ഉണ്ട്. അച്ഛൻ അവിടെയാണ്. അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല? എന്ത് ജോലി? വീട്ടിൽ എന്ത് പണി? പാത്രം കഴുകലും പിന്നെ തൂക്കലും തൊഴിക്കലും. തുടക്കലും. ഞാൻ തൂക്കലും തൊഴിക്കലും എന്ന് പറഞ്ഞപ്പോഴേ ആരോടെ വീട്ടിൽ കൂടുതൽ ഇഷ്ടം? അമ്മയോട് ഇഷ്ടമല്ല? എന്താ? അമ്മ അടിക്കും അല്ലേ? എന്തിനാ അടിക്കുന്നത്? പഠിക്കാഞ്ഞിട്ട്. അമ്മ പഠിക്കാത്ത കുട്ടിയായിട്ടല്ലേ? ഇല്ലേ? അച്ഛൻ വഴക്ക് പറയോ അമ്മന? ചിലപ്പോഴൊക്കെ വഴക്ക് പറയും. അപ്പൊ അമ്മ എന്ത് പറയും? അമ്മ കരയോ? അമ്മ ചേട്ടന്മാരെ തല്ലുവോ? അച്ഛൻ ആരെയും അടി കൊടുക്കുവോ? ആരിട്ടൊന്നും കൊടുക്കില്ല. ഇനി അമ്മടെ തല്ലു കൊള്ളുവോ? കൊണ്ടെന്ന് ഞാൻ അറിയോ? ഇല്ല. നന്നായിട്ട് പഠിക്കും. അപ്പൊ നന്നായിട്ട് പഠിക്കണം, ക്ലാസ്സിൽ മിടുക്കിയാകണം. ടീച്ചറുടെ പേരെന്താണ്? രമ ടീച്ചർക്കും കുട്ടികൾക്കും കൂട്ടുകാർക്കും ഒരു ഹായ് പറഞ്ഞേക്കും. നല്ലോണം പഠിക്കണ കൂട്ടത്തിൽ വരണം, മിടുക്കിയാവണം, പള്ളുരുത്തിയുടെ അഭിമാനമായിട്ട് മാറണം. ഓക്കെ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, ചേട്ടൻ, ചാച്ചൻ, അമ്മാമ്മ, അച്ചാച്ചൻ, കൊന്നമാമൻ. നമ്മുടെ ആൾക്കാരും അച്ഛൻ്റെ ആൾക്കാരും ഒരു ലോഡ് അങ്ങോട്ട് നിരത്തി അല്ലേ? ചേട്ടൻ എങ്ങനെയുണ്ട്? പഠിക്കുമോ നന്നായിട്ട്? മോൻ നന്നായിട്ട് പഠിക്കുമോ? ആരാ വീട്ടിൽ പഠിപ്പിക്കുന്നത്?
പിന്നെ ആ അമ്മ അമ്മ പഠിപ്പിക്കും. അച്ഛൻ പഠിപ്പിക്കാറുണ്ടോ? ഉം. അച്ഛൻ പഠിപ്പിക്കുന്നതാണോ നല്ലത്, അമ്മ പഠിപ്പിക്കുന്നതാണോ? രണ്ടുപേരും പഠിപ്പിക്കണം. അമ്മ അച്ഛൻ ആരാ മോനെ തല്ലാറും പിണങ്ങാറും ഒക്കെ ചെയ്യുന്നത്? അമ്മ. അച്ഛനോ? എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോകുമോ? എവിടെ കൊണ്ടുപോകും? അച്ഛൻ്റെ കൂട്ടാൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരും. ബീച്ചിൽ കൊണ്ടുപോകും. ഇത്രേ ഉള്ളൂ. അത്ര കിട്ടുള്ളൂ. അവിടെയൊക്കെ പോകും. അമ്മ ഡാൻസ് ഒക്കെ കളിക്കും ഇടയ്ക്ക്. ചേട്ടൻ പഠിക്കില്ല. ചേട്ടനായിട്ട് നല്ലപോലെ കിട്ടാറുണ്ട്. അച്ചാച്ചൻ എങ്ങനെയുണ്ട്? അച്ചാച്ചൻ തലയും കുത്തി താഴെ കിടക്കും. തലയും കുത്തി താഴെ കിടക്കുക. അതെന്താ തലയും കുത്തി താഴെ കിടക്കണം? അച്ചാച്ചൻ ഇങ്ങനെ നടക്കുമ്പോ സ്ലിപ്പ് ചെയ്ത് പോകും. സുഖമില്ല. ഉണ്ണിയുടെ അച്ഛനാ? പതുക്കെ പതുക്കെ പതുക്കെ. അതെന്താണ്? ഉണ്ണിക്ക് ബുദ്ധിയില്ല. അപ്പൊ ഉണ്ണിയാഴ്ച ഉപദ്രവിക്കുവോ നിങ്ങളാ? വല്ലതും ചെയ്യുവോ? കൈ നഖമുണ്ട്. കൈ ഒറ്റ മന്തുണ്ട്. അങ്ങനെ മാന്തിയിട്ടില്ല. എപ്പോ? ഒരു ദിവസം. അപ്പൊ അച്ഛനോട് പറഞ്ഞില്ലേ? അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ വല്ലയിടത്തും പോയി കിടക്കും. ആണോ? അത് ശരി. ഉണ്ണിയാഴ്ചക്ക് ചോറൊക്കെ കൊടുക്കുന്ന ആരാണ്? അച്ഛൻ. അമ്മ കൊടുക്കില്ലേ? അമ്മ കൊടുക്കാൻ പറയുമ്പോ അച്ഛൻ വേണ്ട വേണ്ട അച്ഛൻ ഞാൻ കൊടുത്തോളാന്ന് പറയും. ആണല്ലേ? കൊടുത്തോളാന്ന് പറയും. വീട്ടിൽ ടി വി കാണുന്നതിന് വഴക്ക് പറയൂ? ആര്? അമ്മ. ആ അമ്മാമ്മ എങ്ങനെയുണ്ട്? അമ്മയുടെ അമ്മ. അമ്മ കൊള്ളാം. അപ്പാപ്പന? പപ്പ കൊള്ളൂല. ഈ മാമനുണ്ടോ? എന്ത് മാമന്റെ പേരെന്താ? കണ്ണമ്മാമ. എങ്ങനെയുണ്ട്? കുറച്ച് കുഴപ്പമില്ല. കൂടുതൽ കുഴപ്പമാണ്. കുറച്ചേ കുഴപ്പമില്ലാതെ ഉള്ളൂ. കൂടുതലും കുഴപ്പമാണ്. വീട്ടില് മെയിൻ കുഴപ്പമില്ലാത്ത ആരാണ് ആകെ ഉള്ളത്? ഞാൻ. മോൻ മാത്രമേ ഉള്ളൂ. ബാക്കി അച്ഛൻ. രണ്ടുപേരും മാത്രം കുഴപ്പമില്ല. ഇപ്പൊ പാട്ട് പഠിച്ചിട്ടുണ്ടാ? ഏത് പാട്ടാ പാടാൻ പോള്? കേരള നാട്ടിൽ. മലയാളിയാണ്, കേരള നാട്ടിൽ പിറന്നവരാണ്. കേരള നാട്ടിനെ കുറിച്ച് ഒരു കീച്ചങ്ങനെ. കേരള നാട്ടിൽ പിറന്നവരെ കേരള കേരളം എന്ന നാടിന്റെ 14 ജില്ലകൾ അറിയണ്ടേ. തിരുവനന്തപുരം തെക്കാണ്, കൊല്ലം തൊട്ടടുത്താണ്, ആലപ്പുഴയും കടന്നു വന്ന പത്തനംതിട്ട അതിലേക്ക്, കോട്ടയം ഇടുക്കി അരികത്ത്, എറണാകുളം മിന്നിട്ട്, തൃശ്ശൂരെത്തി, ഭാരതപ്പുര അക്കരെ പാലക്കാടാണ്, മലപ്പുറം ഉണ്ട് മലബാർ, കോഴിക്കോട് പിന്നിട്ട്, കണ്ണൂരും വയനാട് ഞാൻ, പിന്നെ കാസർഗോഡാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. പിന്നെ കാസർഗോഡാണ് അല്ലേ? ഡാൻസ് പഠിക്കുന്നുണ്ടോ? ആരാ പഠിപ്പിക്കുന്നത്? ടീച്ചർ. ഈ അടുത്ത ദിവസം നിങ്ങൾക്ക് സ്കൂളിൽ എന്തോ പൂജയൊക്കെ ഉണ്ടായോ? അപ്പൊ എന്താണ് കൊണ്ടുപോയത്? എന്തൊക്കെ പൂജ ഉണ്ടായില്ല? പൂജയുടെ ദീപമേള, ദീപാവലി. പട്ടുപാവാട. ഇവര് ക്ലാസ്സിൽ വേറെ എന്തോ കൊണ്ടുപോയി? വിളക്ക്, കമ്പിത്തിരി, വിളക്ക്, മെഴുകുതിരി, മെഴുകുതിയ, വിളക്ക്, മെഴുകുതിരി, വിളക്കൊക്കെ മെഴുക് മെഴുകുതിരി, മെഴുക് എന്തൊക്കെ പറയണത്? ഏതായാലും മെഴുകുതിരി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. നിങ്ങളുടെ വീട്ടില് വിരുന്നുകാരൊക്കെ വരാറുണ്ടോ? പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ വരാറുണ്ടോ? ആരൊക്കെ വരും? ആരെങ്കിലും ഉണ്ടോ? ആരാണ്? കണ്ണൂരാരാ? സതീശൻ. കണ്ണൂര് വടകരയില? വടകര, തിരൂര്, വടകര, കണ്ണൂര്, എവിടെയെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട്? തിരൂര്. വടകരയിൽ ആരെങ്കിലും ഉണ്ടോ? വടകരയിലുണ്ട്, ഫാമിലി ഉണ്ട്. വീട്ടിൽ പിന്നെ വേറെ ആരൊക്കെ വരും? നമ്മുടെ കൂട്ടുകാരെങ്കിലൊക്കെ വരുമോ? ആരൊക്കെയാണ്? ചേച്ചി, ലിജി ചേച്ചി, റാണി ചേച്ചി, അജി ചേച്ചി. ആരെങ്കിലും വലുത് അമ്മയ്ക്ക് ഇഷ്ടക്കേടുണ്ടോ? ആരാണ്? ചേച്ചി, ലിജി ചേച്ചി, റാണി ചേച്ചി. വരുന്നത് ഇഷ്ടമല്ല? ഇഷ്ടമാണ്.
പോട്ടെ, അല്ലാത്തത് ആര് വരുന്നതാ? റാണി ചേച്ചി, ഇത്ര വിരുന്നുകാര പാട്ടറിയോ? ഒന്ന് പാടിക്കേ. കടലിവാഴ കയ്യിലിരുന്ന് കാക്ക വിന്ന് വിരുന്ന് വിളിച്ചു, വിരുന്നുകാര 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 വന്നാട്ടെ. കാറ്റേ അറിയാമോ? പഠിക്കുന്നു രണ്ടുപേരും. കാറ്റേ കാറ്റേ നീ പൂങ്കാമരത്തിൽ പാട്ടും മൂളി വന്നോ. കൊള്ളാം. ഇത് തിരിച്ചു പാടാൻ അറിയോ? പഠിക്കേ. മതി. കൊള്ളാം. അപ്പൊ അത് പഠിച്ചു വെച്ചിട്ടാ വന്നേക്കുന്നത് അല്ലേ? ചേട്ടന്റെ പേരെന്താണ്? ശ്രാവൺ. അമ്മയുടെ പേരോ? ശിജില. അച്ഛന്റെ പേരോ? സരമലത്തി. അയ്യോ, എന്റെ പേരാ. ഇപ്പൊ ആൾക്കാർക്ക് വിചാരിക്കും അയ്യപ്പ. മോന്റെ അച്ഛന്റെ പേര് സാജൻ പള്ളൂരുത്തി എന്നുള്ളത് ഞാനാണ്. എന്റെ പേര് അച്ഛൻ സാജൻ പള്ളൂരുത്തി തന്നെയാണ്. അപ്പൊ അതേ സാജൻ പള്ളൂരുത്തി. കിച്ചു, സമയ, ദേവു. എടാ നീയായിരുന്ന ഇത്? അപ്പൊ ഞാനാരാണ്? മോന്റെ ആരാണ്? ശരി. അപ്പൊ എന്നെ പറ്റിച്ചല്ലേ. അങ്ങനെ പള്ളൂരുത്തിയിൽ ആരൊക്കെ വന്നു? സമയ വന്നു, പാർവതി വന്നു, അല്ല ശിവാനി വന്നു, സമയ വന്നു, പിന്നെ ആരാ വന്നത്? മാളു വന്നു, പിന്നെ ചെങ്ങന്നൂരിൽ നിന്ന് ആര് വന്നു? ഋഷികേശ്, ഋഷിരാജ് സിംഗ് ഒക്കെ വന്നു. കുതിര പോലെ കുതിച്ചു പായണം എല്ലാവരും. കഴുതയെ പോലെ ഇങ്ങനെ പതുക്കെ നടക്കരുത്, ആനയെ പോലെ പതുക്കെ നടക്കരുത്, കുതിച്ചു പായണം. സമ്മാനം വേണ്ടാത്തവർ കൈമുക്ക്. കാൻഡിമാൻ ജെലി ടീഷർട്ടും കാൻഡിമാൻ മിഠായി. ഓക്കെ. I say check to the beat with the Candyman jelly jam. Real sweet. It is Candyman jelly. നാളെ നമുക്ക് വീണ്ടും കാണാം. ഇന്ന് നമുക്ക് ഉണ്ണാമുറങ്ങാം. എല്ലാവർക്കും സുഖനിദ്ര, ശുഭരാത്രി.